എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പച്ചക്കായ വെച്ചിട്ടുള്ളൊരു തോരനാണ്. കായ വെച്ചിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ തോരൻ ഉണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കോംബോ ആയിട്ട് മീൻകറിയും കൂടി കൂട്ടണം. സൂപ്പറാണ്. ഊണ് കഴിക്കാൻ ഈ ഒരു ഒറ്റ കറി മതി. അടിപൊളി ടേസ്റ്റായിട്ടുള്ള കായത്തോരൻ. അപ്പോൾ ഇതുപോലെ ഒരു 4 മൂത്ത കായയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അത് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കറി വയ്ക്കുന്ന ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനിയിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കായ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് അടി പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് 2-3 മിനിറ്റ് നേരം മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം, കായ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കായ വേകുന്ന നേരത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, പിന്നെ 3-4 വെളുത്തുള്ളി, 5-8 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് ചതച്ചെടുക്കാം. നല്ലപോലെ അരയണ്ട, ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതിനിടയ്ക്ക് ഞാൻ കായൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കായ ഒന്ന് വെന്തോന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഉടഞ്ഞൊന്നും പോവാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കായ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ മീതെ നിരത്തിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. എന്നിട്ട് വേണം കേട്ടോ മിക്സാക്കി കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്കിത്. അരപ്പൊക്കെ ചെന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ കായത്തോരന്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കടുക് ഇട്ടതിന് ശേഷം 2 കൊച്ചുള്ളിയും കൊല്ലമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് താളിച്ചതാ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള കായത്തോരനാണ്. ഇതും മീൻകറിയും അടിപൊളി മീൻ മുളകിട്ടതും കൂടി കൂട്ടി ചോറ് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.